നമ്മുടെ മനസ്സിനെ ഒരു ജയൻ്റ് ആയിട്ടുള്ള വലിയൊരു മൂവി സ്ക്രീനായിട്ട്, ഒരു മൾട്ടിപ്ലെക്സ് തിയേറ്ററിലെ മൂവി സ്ക്രീനായിട്ട് കാണാം. കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാമല്ലോ ഒരുപാട് തിയേറ്ററുകൾ. അവിടുത്തെ ഒരു വലിയൊരു മൂവി സ്ക്രീനായിട്ട് നമ്മൾ കാണാം. നമ്മുടെ ചിന്തകൾ ആ മൂവിയിലെ ഓരോ സീനുകളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ, ചില സന്തോഷകരമായ ചിന്തകൾ, ചില ഹോറിബിൾ ആയിട്ടുള്ള ചിന്തകൾ, ചിലത് സ്ട്രെസ്സാണ്, ചിലത് ത്രില്ലിംഗ് ആണ്. ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാണി എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ഒരു സിനിമ ഹാളിലെ അവബോധം അല്ലെങ്കിൽ അവയർനെസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരുമാണ്. ആ സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സീനുകൾ മാത്രമല്ല, നമ്മളതിൻ്റെ അവബോധമാണ്. കണ്ണുകൾ തുറക്കുക, എന്നിട്ട് സ്വയം ചോദിക്കാം, ഇന്ന് ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ റെഡിയാണോ നമ്മൾ എന്നുള്ളത്. നമ്മളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലായല്ലോ, നമ്മളുടെ മൂവിയുടെ ക്രിയേറ്ററും ഒബ്സർവറും ഡയറക്ടറും അതിൻ്റെ കാണിയും നമ്മളാണ്. നമ്മുടെ റിയാലിറ്റി അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് ഡയറക്ഷൻ ആരംഭിക്കാം അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിദ്യാർത്ഥികൾ മാത്രമല്ല നമ്മൾ. നമ്മുടെ സ്വന്തം ബ്ലോക്ക് ബാസ്റ്റർ സിനിമയുടെ തിരക്കഥാകൃത്തും ഡയറക്ടറും നായകനും നായികയുമായി മാറാൻ പോവുകയാണ്. ആസ്ക് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ എന്ന പുസ്തകത്തിലുള്ള ജ്ഞാനം ഉപയോഗിച്ച് നമ്മൾ ഇതിനൊന്ന് രൂപപ്പെടുത്താൻ പോവുകയാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എങ്ങനെ നേടാം എന്ന അന്തിമ രഹസ്യം നാം ഇന്ന് കണ്ടെത്താൻ പോവുകയാണ്.